എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ പറയുന്ന കാര്യം, നീ നിൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ, നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന്. ആദ്യം കേട്ടപ്പോൾ എന്താണ് ഈ പറയുന്നതെന്ന് പോലും മനസ്സിലാവുണ്ടായില്ല. കാരണം അതിനുള്ള പ്രായം പോലും ആയിട്ടുണ്ടായില്ല. പിന്നീട് വിഷമമായി തുടങ്ങി. ഞാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ പെരുമാറാനൊക്കെ ശ്രമിച്ചു തുടങ്ങി. അപ്പോൾ മനസ്സിലായി, ഇനി ഞാൻ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അവരുടെ മനസ്സിൽ ഞാൻ അങ്ങനെയാണ്. പിന്നീട് ആ പറച്ചിലുകൾ കേൾക്കുമ്പോൾ ഒരു വിഷമത്തിനേക്കാളേറെ ഒരു നിർവികാരതയാണ് തോന്നിയത്. മലയാളത്തിലെ ഒരു ഗ്രേറ്റ് ഡയറക്ടർ ശ്യാമപ്രസാദ് സാർ, അദ്ദേഹത്തിൻ്റെ അകലെ മൂവിയിൽ പൃഥ്വിരാജ് ചെയ്ത നീൽ എന്ന ക്യാരക്ടർ ഇതേ പ്രശ്നം തന്നെ അഭിമുഖീകരിക്കുന്നുണ്ട്. നീലിൻ്റെ അമ്മ ഷീല ചെയ്ത ക്യാരക്ടർ നീലിനോട് എപ്പോഴും പറയും, നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നിനക്ക് നിൻ്റെ അമ്മയെയും പെങ്ങളെയും കുറിച്ച് ചിന്തയില്ല, നീ നിൻ്റെ പപ്പയെ പോലെ ഞങ്ങളെ വിട്ടു പോകും, യു ആർ എ സെൽഫിഷ് ഡ്രീമർ. ഇത് തന്നെയാണ് നീലിൻ്റെ അമ്മ ഉടനീളം നീലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീലാണെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യാനും എഴുതാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നാൽ അയാളുടെ ഫാദർ ആ കുടുംബത്തെ ഉപേക്ഷിച്ച് പോയി. ഇപ്പോൾ അമ്മയും പെങ്ങളും നീലിനെ ആശ്രയിച്ചാണ് ജീവിക്കണം. ഒട്ടും ഇഷ്ടമില്ലാതിരുന്നിട്ടും അയാളൊരു വെയർ ഹൗസിൽ കണക്കെഴുത്തിനായിട്ട് പോകുന്നുണ്ട്. ആ പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ മനസ്സുകൊണ്ട് ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ അയാൾക്ക് കഴിയണമുണ്ടായില്ല. ഒരിക്കലും അയാളുടെ അമ്മ പേടിച്ചിരുന്ന പോലെ തന്നെ അയാൾ അവരെ വിട്ടുപോയി അയാളുടെ എഴുത്തിൻ്റെ ലോകത്തേക്ക്. പിന്നീട് നീലിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും ഒരു ട്രാജിക് എൻഡായിരുന്നു എന്ന് പറയാം. കാലിന് മുടന്തുണ്ടായിരുന്ന അയാളുടെ സഹോദരി റോസ് വളരെ സ്ട്രെയിഞ്ചായൊരു ക്യാരക്ടറായിരുന്നു. എന്ന് വെച്ചാൽ അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കണ്ണിലൂടെ അവർ ഒരു സ്ട്രെയിഞ്ച് തന്നെയാണ്. പ്രായമായി വരുന്ന അയാളുടെ അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയാതെ ആയപ്പോൾ റോസിൻ്റെ കാര്യങ്ങൾ തനിയെ നോക്കാൻ പറ്റാതായപ്പോൾ ഒരു കെയർ ഹോമിൽ കുറച്ച് കാലം ജീവിച്ചു. പിന്നീട് അവർ മരിച്ചുപോയി. അകലെ മൂവി റോസ് എന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തെടുത്തായിട്ടാണ് തോന്നിയത്. ഗീതു മോഹൻദാസ് ആണ് ആ ക്യാരക്ടർ ചെയ്തത്. അമ്മയുടെ റോൾ ചെയ്ത ഷീല. രണ്ടുപേർക്ക് അവാർഡ് കിട്ടി. എന്നാൽ പൃഥ്വിരാജ് ചെയ്ത ക്യാരക്ടറാണ് എന്നെ ഏറ്റവും അസ്വസ്ഥപ്പെടുത്തിയത്. ഒരുപാട് സ്വപ്നങ്ങളും അംബീഷനും ഒക്കെ ഉണ്ടായിരുന്ന നീലിന് ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നുണ്ടായില്ല. അമ്മയെയും പെങ്ങളെയും ഉപേക്ഷിച്ച് പോകാൻ അയാളെടുത്ത തീരുമാനം ശരിയാണോ എന്നൊന്നും ഞാൻ പറയണില്ല. ഒരേ സാഹചര്യങ്ങളോട് പല മനുഷ്യർ പല വിധത്തിലാവും പ്രതികരിക്കുക. കാരണം ആ സാഹചര്യങ്ങൾ അവർ എഫക്റ്റ് ചെയ്യണതും പല രീതിയിലായിരിക്കും. ഒരു മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ ഒക്കെയാണ് അതിന് കാരണം. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഹോം സിക്ക് തോന്നുന്നവരുമുണ്ട്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മനസ്സമാധാനം കിട്ടുന്നവരുമുണ്ട്. ഒരു പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ അയാളെ കൊണ്ട് ഒരു തരത്തിലും സാധിച്ചു കാണില്ല. എന്നാൽ നീലിന് അയാളുടെ അമ്മയോടും പെങ്ങളോടും സ്നേഹം തന്നെയായിരുന്നു. റോസിൻ്റെ ദയനീയ അവസ്ഥയിൽ അയാൾക്കൊരിക്കലും പശ്ചാത്താപമായിരുന്നില്ല, മറിച്ച് വേദനയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ പറഞ്ഞത്, നീലിന് നീലിൻ്റെ അമ്മയെയും പെങ്ങളെയും കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, അയാളുടെ ഭാര്യയെയും മരിച്ചുപോയ മകളെയും കുറിച്ച് ഒരു ചിന്തയുമില്ല എന്നാണ്. അത് കേൾക്കുമ്പോഴും യാതൊന്നും പ്രതികരിക്കാനാവാതെ ഒരു നിർവികാരതയോടെ അവരെ നോക്കി നിൽക്കുന്ന നീൽ. എന്തുകൊണ്ടാവും അയാളുടെ സ്നേഹം ആർക്കും മനസ്സിലാവാത്തത്? അയാളുടെ ഭാര്യ ബെറ്റി പോകുമ്പോൾ അയാൾക്ക് വിഷമമുണ്ട്. എന്നാൽ അതിൽ നിന്നും അവരെ പിന്തിരിയിപ്പിക്കാൻ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ അയാളെ കൊണ്ടാവുന്നില്ല. നീലിന് എല്ലാവരോടും സ്നേഹമായിരുന്നു എന്നതിന് എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. എന്നാൽ ചുറ്റുമുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിവില്ലാത്തതാവാം ചിലപ്പോൾ അയാളുടെ പ്രശ്നം. ഒരിക്കൽ എല്ലാവരെയും ഉപേക്ഷിച്ച് തൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ പോയ നീലിന് തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യയെ തടഞ്ഞു നിർത്താനുള്ള അർഹതയൊന്നുമില്ല. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് ഒരാൾ പോകുമ്പോൾ അയാളെ തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ല. നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയില്ല. ഇന്നും ഇത് കേൾക്കുന്ന ആളുകളുണ്ടാവും. യഥാർത്ഥത്തിൽ അവരൊക്കെ അങ്ങനെ ആവുമോ? അറിയില്ല. എന്തായാലും എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി
മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്.